നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് റീകളക്ട് ചെയ്യാം. എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് അല്ലെ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്പ്യൂട്ടറിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മളെ കമ്പ്യൂട്ടറിന്റെ യൂസറും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും തമ്മിലുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച അതേ പൊസിഷനിൽ എനിക്ക് മൗസ് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, നമ്മൾ ഐഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന iOS, പിന്നെ അതുപോലെ മൊബൈൽ ഫോണുകൾ, സാംസങ് പോലുള്ള ഫോണുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ്, അതൊക്കെയാണ് നമ്മൾ മെയിൻലി പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റിസോഴ്സ് മാനേജർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റത്തിന്റെ, ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അതൊരു റിസോഴ്സ് മാനേജർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, യൂസർ ഇന്റർഫേസ്, സെക്യൂരിറ്റി, നെറ്റ്വർക്ക് മാനേജ്മെന്റ്, ടാസ്ക് ഷെഡ്യൂളിംഗ്, അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് യൂസർ ഇന്റർഫേസ്, അതായത് യൂസറിന് ഏതൊക്കെ രീതിയിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. മെയിനായിട്ട് രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് GUI, മറ്റൊന്ന് CUI. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GUI? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. എന്താ അങ്ങനെ പറഞ്ഞാല്, നമ്മൾ ബട്ടൺസും മൗസും അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അതാണ് നമ്മുടെ GUI എന്ന് പറഞ്ഞാല്. CUI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ക്യാരക്ടർ വെച്ചിട്ട്, അതായത് എന്തെങ്കിലും കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പൊ GUIന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ മൗസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇവിടെ മിനിമൈസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക് മിനിമൈസ് ആവും അല്ലെ? അല്ല, ഈ സ്ക്രീന് മിനിമൈസ് ആവും, കാണുന്നില്ലേ? അത് ഞാൻ ഇവിടെ ടാബ് പോയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി എന്താവും? ക്ലോസ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള അതായത് പിക്ചർ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി CUI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിക്ചർ ഇതൊന്നും അല്ലാതെ, ബട്ടൺസ് ഒന്നും ഇല്ലാതെ ഫുൾ കമാൻഡ്സ് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ നിങ്ങളൊരു കമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഫോൾഡർ ഓപ്പൺ ആക്കാൻ കമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. നോർമലി നമ്മൾ GUI വെച്ചിട്ടാണെങ്കിൽ ആ ഫോൾഡറിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. അതിന് പകരം കീബോർഡ് മാത്രം വെച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് CUI. എന്താണ് CUIന്റെ ഫുൾ ഫോം? CUIന്റെ ഫുൾ ഫോം എന്താ? ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക? കമ്പ്യൂട്ടറുമായിട്ട് ഇന്റർഫേസ് ചെയ്യാം. അപ്പോൾ GUI നമ്മൾ പറഞ്ഞു, ഐക്കൺസ്, ബട്ടൺസ്, മെനു, ഡയലോഗ് ബോക്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. CUIന്റെ കേസിൽ കമാൻഡ്സ് വെച്ചിട്ടാണ് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി CUIയിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് ഫയൽ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിലെ എല്ലാ ഫയൽസും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോബാണ്. അപ്പൊ ഫയൽ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷന്, ഷെല്ല്, കേർണൽ ആൻഡ് ഹാർഡ്വെയർ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് ആവാം, പവർ പോയിന്റ് ആവാം, നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, പ്രൊസസ്സർ, കീബോർഡ്, മൗസ്, ഇങ്ങനത്തെ പാർട്സ് ഒക്കെ. അപ്പൊ ഒരു ആപ്ലിക്കേഷനും ഹാർഡ്വെയറും തമ്മിൽ ഒരു യൂസർ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ ഷെല്ലുണ്ടാവും, കേർണൽ ഉണ്ടാവും. കേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ കമ്പോണന്റ് ആണ് കേർണൽ എന്ന് പറയുന്നത്. കേർണൽ ആണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫംഗ്ഷൻസും, പ്രോസസ് മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേർണലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ ഈ യൂസറും കേർണലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷെൽ എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ എടുക്കും, ആപ്ലിക്കേഷൻ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യും, അത് ടൈപ്പ് ചെയ്യുമ്പോൾ അത് കേർണലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഈ കേർണലിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് ആരാണ്? ഷെല്ലിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ യൂസറും കേർണലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് എന്ത്? ഷെൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഇല്ലല്ലോ ആ പോർഷന്? ക്ലിയർ അല്ലേ?
കേൾക്കുന്നില്ലേ പറയണത്? ക്ലിയർ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കമാൻഡ്സ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ കുറച്ച് കമാൻഡ് പ്രോംപ്റ്റിലെ കുറച്ച് കമാൻഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് ഒന്നും കൂടെ ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഓരോ കമാൻഡ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ലാബിൽ ചെയ്യൂട്ടോ. അപ്പൊ ഒന്നും കൂടെ കറക്റ്റായി നമുക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഇത് കമാൻഡ്സ് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബൂട്ടിങ്. കേട്ടിട്ടുണ്ടോ ബൂട്ടിങ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബൂട്ടിങ് എന്നുള്ള പ്രോസസ്സ്? ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഓക്കെ, ബൂട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. അതായത് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ നമ്മുടെ ഓപ്പറേറ്റിംഗ്, നമ്മൾ പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മുടെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പവറിന്റെ സ്വിച്ച് ഓൺ ആക്കും അല്ലെ ചെയ്യുക? അപ്പൊ ഈ ഓൺ ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം പെർമനന്റ് ആയിട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? പെർമനന്റ് ആയിട്ട് ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുക? പ്രൈമറി മെമ്മറി ആണോ സെക്കൻഡറി മെമ്മറി ആണോ? എവിടെ സ്റ്റോർ ചെയ്യാ? ജിബിനില്ലേ, തിരൂർ സെന്റർ, സെക്കൻഡറി മെമ്മറിയിലാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യാ? സ്റ്റോർ ചെയ്യുക അല്ലെ? അപ്പൊ ഈ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഓക്കെ, ബൂട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ദി മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഓക്കെ, നമ്മൾ പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോഴാണ് ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സ്റ്റാർട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മുടെ മെയിൻ മെമ്മറിയായ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ബൂട്ടിംഗ് ഉണ്ട്. ഒന്ന് കോൾഡ് ബൂട്ടിങ്ങും മറ്റൊന്ന് വാം ബൂട്ടിങ്ങും. നമ്മൾ സാധാരണ ലാബ് എക്സാമിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്. എന്താണ് ബൂട്ടിംഗ്, എന്താണ് കോൾഡ് ബൂട്ടിംഗ്, എന്താണ് വാം ബൂട്ടിംഗ് എന്നുള്ളത്. കോൾഡ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഫുള്ളി ഓഫാക്കി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വീണ്ടും ഓൺ ആക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൾഡ് ബൂട്ടിംഗ്. അതായത് ആ സിസ്റ്റം ഇപ്പൊ കോൾഡിലാണ് കിടക്കുന്നത്. ഓക്കെ, ഓഫായിട്ടാണ് കിടക്കുന്നത്. ഓഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി പവർ ഓഫായ സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയാ. വാം ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പവർ ഓഫ് ആവാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റീസ്റ്റാർട്ട് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് വാം ബൂട്ടിംഗ്. വാം എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ടാവും. അതായത് ആ സിസ്റ്റം ചിലപ്പോൾ ഹാങ് ആവും, എന്തെങ്കിലും ഒരു കാരണവശാൽ അത് ഹാങ് ആയി കിടക്കുകയാണ്. ഓക്കെ, അത് ഓൾറെഡി റണ്ണിങ് ആണ്, പക്ഷെ സിസ്റ്റം സ്റ്റക്കായി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് വാം ബൂട്ടിംഗ്. ദിസ് ഇസ് കോൾഡ് ബൂട്ടിംഗ് ആൻഡ് ദിസ് ഇസ് വാം ബൂട്ടിംഗ്. കോൾഡ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ ഫ്രം എ കംപ്ലീറ്റ്ലി പവർ ഓഫ് ചെയ്ത സ്റ്റേറ്റിൽ സിസ്റ്റത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയും. വാം ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ വാം ബൂട്ടിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ബൂട്ടിങ്ങിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് 6 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു സിസ്റ്റം എന്ത് ചെയ്യുക? പവർ ഓൺ ചെയ്യുക.
ഓക്കെ, നമ്മൾ പവർ ഓൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ ഇലക്ട്രിസിറ്റി, നമ്മളെ കറണ്ടിനെയും നമ്മുടെ മദർ ബോർഡിലെ മെയിൻ കമ്പോണൻസിനൊക്കെ സപ്ലൈ ചെയ്യും. അതാണ് സ്റ്റാർട്ടപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ കറണ്ട് നമ്മുടെ മദർ ബോർഡിലുള്ള നമ്മൾ മദർ ബോർഡിന്റെ പിക്ചറൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മദർ ബോർഡ്, അതിനുള്ളിൽ ഉള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, പ്രോസസ്സർ എന്താന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അപ്പൊ ആ കമ്പോണൻസിലേക്ക്, ഹാർഡ്വെയർ കമ്പോണൻസിലേക്കെല്ലാം എന്താ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ടപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തതാണ് പോസ്റ്റ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ആ പേര് തന്നെ കിട്ടും. പവർ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യാം. അതായത് ഇത് ചെയ്യുന്നത് ബയോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ബയോസ് എന്ന് നമ്മൾ ഇനി പറയട്ടാ. ഓക്കെ, അപ്പോൾ ഈ ബയോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള എല്ലാ കമ്പോണൻസും, കീബോർഡ്, മൗസ്, മെമ്മറി, ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് ചെയ്യുന്ന ആളാണ് പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഓക്കെ, ഇതൊക്കെ പ്രോഗ്രാംസ് ആണ് കേട്ടോ, സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ബയോസും പോസ്റ്റ് എല്ലാം പ്രോഗ്രാംസ് ആണ്. ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഉള്ളിലായിരിക്കും പോസ്റ്റ് ഉണ്ടാവുക. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ മദർ ബോർഡിലെ കമ്പോണൻസ്, ഹാർഡ് ഡിസ്ക്, കീബോർഡ്, മൗസ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതാണ് പോസ്റ്റിൽ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബീപ്പ് ബീപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ചിലപ്പം ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ, എന്തെങ്കിലും ഒരു കേട് ഉണ്ടെങ്കിൽ ബീപ്പ് ബീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് വെച്ചിട്ട് അത് അങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതാണ് ഇവിടെ നടക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് പ്രോഗ്രാം ആണ് ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അല്ലെങ്കിൽ കീബോർഡ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, മൗസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യും. അത് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫെയിലിയർ ഏതെങ്കിലും ഡിവൈസിന് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ബീപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബയോസ്. ബയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? റോം ഓർമ്മയുണ്ടാ? എവിടെയാണ് നമ്മൾ റോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റോമിന്റെ ഫുൾ ഫോം എന്താ? റാൻഡാണോ? അത് റാം. റോം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡ് ഓൺലി മെമ്മറി. അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ റോമിന്റെ പിക്ചറൊക്കെ ഞാൻ അന്ന് മദർ ബോർഡിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ചെറിയ ചിപ്പ്. ഓക്കെ, അത് ഓർമ്മയില്ലാത്തവര് ആ നോട്ട്സ് ഒക്കെ നോക്കിയെടുക്കട്ടോ. അപ്പൊ റോം ചിപ്പിന്റെ ഉള്ളിൽ നമ്മുടെ മദർ ബോർഡിന്റെ അകത്തുള്ള ഒരു റോം ഉണ്ട്, ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിന്റെ ഉള്ളിലാണ് നമ്മുടെ ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റൺ ചെയ്യുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത് ബയോസ് ആണ്. ഓക്കെ, ഈ ബയോസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും. നമ്മൾ പറഞ്ഞു ബയോസിന്റെ ഉള്ളിലുള്ള പോസ്റ്റ് പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ പോസ്റ്റ് പ്രോഗ്രാം ബയോസിന്റെ ഉള്ളിലാന്ന് പറഞ്ഞു. ആ പോസ്റ്റ് പ്രോഗ്രാം വഴി അതിന്റെ ഹാർഡ്വെയർ ഫുള്ള് നോക്കുക, അതിനെ കോൺഫിഗർ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നതാണ് എന്ത്, ബയോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇതാണ് ബയോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബയോസ് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൺ ആവുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസ് എന്ന് പറയുന്നത് റോമിന്റെ അകത്താണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റോമിന് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കണ്ടന്റ് ഒന്നും എന്ത് ചെയ്യില്ല, എറൈസ് ആയി പോകുന്നില്ല. അതായത് നെക്സ്റ്റ് ടൈം നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ ഈ ബയോസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഒക്കെ അവിടുത്തെ കിടക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മളത് നോൺ വോളാറ്റൈൽ ആണ് റോം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ബയോസിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതാണ് ബയോസ് എന്ന് പറയുന്നത്. ബയോസ് ആണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന് കോൺഫിഗർ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് എല്ലാം ചെയ്ത് ആരുടെ ഡ്യൂട്ടിയാണ്, ബയോസിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആദ്യം നമ്മൾ പവർ ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി നമ്മുടെ മദർ ബോർഡിലെ എല്ലാ കമ്പോണൻസിലേക്കും നമ്മൾ പാസ് ചെയ്തു. അങ്ങനെ ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റോം ചിപ്പിനകത്തുള്ള ബയോസ് ഓട്ടോമാറ്റിക്കലി റൺ ആവും. ഈ ബയോസിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഒരു ബ്ലൂ സ്ക്രീൻ കാണുന്നുണ്ടോ? ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? സിസ്റ്റം അപ്പൊ നിങ്ങൾ ലാബിൽ ചെയ്തവർ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളതിലാണെങ്കിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കാണാം ഒരു ബ്ലൂ സ്ക്രീന് കാണാൻ പറ്റും. നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. ആ ബ്ലൂ സ്ക്രീനാണ് ബയോസിന്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ബയോ സിസ്റ്റം പവർ ഓൺ ആക്കി കറണ്ട് പാസ് ചെയ്യുമ്പോൾ റോമിന്റെ അകത്തുള്ള ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം റൺ ചെയ്യും. അപ്പൊ അത് ഫസ്റ്റ് റൺ ചെയ്യുന്നത് പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇതിൽ ബയോസിന്റെ ഹെൽപ്പോട് കൂടി പോസ്റ്റ് എന്ന പ്രോഗ്രാം റൺ ചെയ്യും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, ഹാർഡ്വെയറും കീബോർഡും മൗസ് എല്ലാ കമ്പോണൻസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, അതായത് ഇപ്പൊ സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും? ലോഡ് ചെയ്തു. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ലോഡ് ചെയ്തു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിന്റെ എല്ലാ ഫയൽസും കാര്യങ്ങളൊക്കെ അത് എന്ത് ചെയ്യും? ഇനീഷ്യലൈസ് ചെയ്തിട്ട് അതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് 4th സ്റ്റെപ്പ്. ഇനി 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റം കോൺഫിഗറേഷൻ. സിസ്റ്റം കോൺഫിഗറേഷൻ സ്റ്റെപ്പ്. ഈ സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്നും ഡ്രൈവേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. ഓക്കെ, മെയിൻ മെമ്മറിയിലേക്ക് നമ്മുടെ ഡ്രൈവേഴ്സ് എല്ലാം ലോഡ്. നമ്മൾ പറഞ്ഞു മെയിൻ മെമ്മറിയിൽ വെച്ചിട്ടാണ് കറണ്ട് എല്ലാ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്നത് നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലായിരുന്നു. അപ്പൊ സെക്കൻഡറി മെമ്മറിയിലുള്ള ഡ്രൈവേഴ്സ് ഒക്കെ എങ്ങോട്ട് ലോഡ് ചെയ്യും? നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, അതാണ് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. സെക്കൻഡറി മെമ്മറിയിലുള്ള അത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുത്തു മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവേഴ്സ്, അതായത് ഇപ്പൊ നിങ്ങൾ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും ബി ഡ്രൈവ്, സി ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ കണ്ടിട്ടില്ലേ കമ്പ്യൂട്ടറിന്റെ അകത്ത്? CDF ഡ്രൈവുകളൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഡ്രൈവേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ലോഡിംഗ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയം കൺട്രോള്, ആന്റി വൈറസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വൈറസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ വോളിയം എങ്ങനെ കൺട്രോൾ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം യൂട്ടിലിറ്റീസ് ഒക്കെ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് യൂസർ ഓതന്റിക്കേഷൻ. യൂസർ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ഓൺ ആക്കുമ്പോൾ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡും അതിന്റെ യൂസർ നെയിമും അതിന്റെ പാസ്വേഡും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അതാണ് യൂസർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് 6th സ്റ്റെപ്പുകളാണ്. അതിൽ യൂസർ ഓതന്റിക്കേഷൻ കൂടെ നമ്മൾ അതിന്റെ കൂടെ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇത് കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോസ്റ്റ് ആണ്, അതായത് ഇനീഷ്യൽ ടെസ്റ്റ്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ നോക്കുന്നതാണ് പോസ്റ്റ് പറഞ്ഞാൽ. അത് ബയോസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ബയോസും പോസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, അത് രണ്ടും ഒരേ സമയമാണ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബയോസ് പറയാം, തേർഡ് ആയിട്ട് പോസ്റ്റ് വേണമെങ്കിൽ പറയാം. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതാണ് ഫസ്റ്റ് റോമിലാണ് അത് ഉണ്ടാവുക. ഇപ്പോൾ റോമിന്റെ അകത്ത് ഉള്ള ഒരു പീസ് ഓഫ് കോഡാണ് ബയോസ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ബയോസ് ആണ്. ബയോസ് പിന്നെ പോസ്റ്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന്റെ എല്ലാ ഹാർഡ്വെയറും കീബോർഡൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി അതിനൊരു കോൺഫിഗർ ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യും? സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ബൂട്ട് ലോഡർ. ഓക്കെ,
ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബൂട്ട് ലോഡർ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്രബ്. ലിനക്സിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഗ്രബ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ വിൻഡോസ് ബൂട്ട് മാനേജർ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ബൂട്ട് ലോഡർ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? സെക്കൻഡ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. എക്സാമിന് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ദി മെയിൻ മെമ്മറി ഈസ് നോൺ ആസ് ബൂട്ടിംഗ്. പക്ഷെ ആ പ്രോഗ്രാം, നിങ്ങൾ ഏത് പ്രോഗ്രാം വെച്ചിട്ടാണോ എന്ത് ചെയ്യുക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് ബൂട്ട് ലോഡർ. ക്ലിയർ അല്ലേ? ഇത് തമ്മിൽ ഡിഫറൻസ് ക്ലിയർ അല്ലേ? ആ പ്രോസസ്സിനെ ബൂട്ടിംഗ് എന്ന് പറയും, ആ പ്രോഗ്രാമിനെ ബൂട്ട് ലോഡർ എന്നാണ് പറയാം. നെക്സ്റ്റ് ആണ് സിസ്റ്റം കോൺഫിഗറേഷൻ. അതായത് ഡ്രൈവേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ലോഡിംഗ് സിസ്റ്റം യൂട്ടിലിറ്റീസ് ഒക്കെ ലോഡ് ചെയ്യാം. യൂസർ ഓതന്റിക്കേഷൻ. ഇത്രയാണ് നമ്മുടെ ബൂട്ടിങ്ങിന്റെ മെയിൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ബൂട്ടിങ്ങിന്റെ മെയിൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളാണ്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. 5 മാർക്കിനൊക്കെ നമുക്ക് എക്സാമിന് വരികയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അതായത് കമ്പ്യൂട്ടറിന്റെ എല്ലാ ഹാർഡ്വെയറും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, റാം, ഹാർഡ് ഡ്രൈവ്, റോം, കീബോർഡ് ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത് പോസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പം എല്ലാ ഹാർഡ്വെയറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ബൂട്ടിംഗ് എല്ലാ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു സിംഗിൾ ബീപ്പ് സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺ ആക്കുമ്പോൾ കാണാം, ചെറിയൊരു ബീപ്പ് സൗണ്ട്. ഇപ്പം നിങ്ങൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ബ്ലൂ സ്ക്രീൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിൻഡോസ് ഒക്കെ ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ലോഡിങ്ങിന്റെ ഒരു സിമ്പിൾ നമുക്ക് ഇങ്ങനെ കറങ്ങുന്നത് കാണാം. ആ ഒരു സമയമാണ് നമ്മുടെ ബൂട്ടിങ്ങിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് ആ സമയത്താണ് നമ്മുടെ ബയോസും പോസ്റ്റ് എല്ലാം വർക്ക് ചെയ്തിട്ട് എല്ലാ ഹാർഡ്വെയർക്ക് കറക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. ഇനി പോസ്റ്റ് എന്ത് ചെയ്യും? അൺസക്സസ്ഫുൾ ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഡിവൈസിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബൂട്ട് എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കില്ല, അവിടെ സ്റ്റോപ്പ് ആവും. കമ്പ്യൂട്ടർ നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് പോസ്റ്റ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പ് എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ബൂട്ട് സ്ട്രാപ്പ് അല്ലെങ്കിൽ ബൂട്ട് ലോഡർ ആണ് എന്ത് ചെയ്യുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. ഓക്കെ, ഈ പോസ്റ്റ് പെർഫോം ചെയ്യുന്നത് ബയോസ് ആണ്. ബയോസ് എന്ന് പറയുന്നത് റോം ചിപ്പിലുള്ള ഒരു പ്രോഗ്രാമാണ്. ക്ലിയർ അല്ലേ? എന്താണ് പോസ്റ്റ് എന്ന് പറയുന്നത്? ക്ലിയർ അല്ലേ? ഇത് പറയണോ? ഇനി പറയണോ? അത് പോസ്റ്റും ബയോസും ഇനി പറയണം. നെക്സ്റ്റ് ആണ് ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം. ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പ്യൂട്ടർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ലോഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം. ജസ്റ്റ് അവിടെ കൊടുക്കുന്നുള്ളൂ. ഇനി ബൂട്ടിങ്ങിന്റെ പ്രോസസ്സാണിത്. ഫസ്റ്റ് എന്ത് ചെയ്യും? സിസ്റ്റത്തിലെ കമ്പ്യൂട്ടറിന്റെ പവർ നമ്മൾ ഓൺ ചെയ്യും. അപ്പം എന്ത് ചെയ്യും? ബയോസ് എന്ത് ചെയ്യും? അല്ലെ, ബയോസ് കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ പറഞ്ഞ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസ് എന്ത് ചെയ്യും? പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ റൺ ആക്കും. ബയോസ് എവിടെ ഉണ്ടാവുക പറഞ്ഞത്? ബയോസ് എവിടെ ഉണ്ടാവുക? ബയോസ് റോം ചിപ്പിലാണ് ബയോസ് ഉണ്ടാവുക. അപ്പൊ റോമിലുള്ള ബയോസ് എന്ത് ചെയ്യും? പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ റൺ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ ഹാർഡ് ഡിസ്കുകളും അല്ലെങ്കിൽ കീബോർഡ്, മൗസ് എല്ലാം കറക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ഹാർഡ് ഡിസ്കിലുള്ള നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെല്ലാം റാമിലേക്ക്, അതായത് മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും? ലോഡ് ചെയ്തിട്ട് കൊണ്ടുവരും. റാമിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബൂട്ടിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ എഴുതുക, ഒരു പിക്ചർ വരയ്ക്കുക, അത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് വരുന്നതാണ്
യൂസർ അക്കൗണ്ട്. യൂസർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലുള്ള യൂസർ അക്കൗണ്ട്സ് ഉണ്ടാവും അല്ലേ. നമുക്കിപ്പോ നിങ്ങൾ ചില സിസ്റ്റത്തിൽ കാണാൻ പറ്റും അഡ്മിൻ ഉണ്ടാവും, ചിലപ്പോൾ ഗസ്റ്റ് ആയിട്ടാവും നിങ്ങൾ കയറുക അല്ലെ. അതൊരു കമ്പ്യൂട്ടറിന് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ യൂസർ അക്കൗണ്ട്സ് ഉണ്ടാക്കാം. ഒരാൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ യൂസർ അക്കൗണ്ട് മതി. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു കമ്പ്യൂട്ടർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിഫറെന്റ് യൂസർ അക്കൗണ്ട്സ് ഉണ്ടാക്കാം. അതിനെ പറയുന്ന പേരാണ് യൂസർ അക്കൗണ്ട്സ്. യൂസർ അക്കൗണ്ട്സ് എന്നാൽ ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസർ അക്കൗണ്ട്സ്. അപ്പോൾ നിങ്ങൾ യൂസർ അക്കൗണ്ട്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾറെഡി ഒരു യൂസർ അക്കൗണ്ട് ഉണ്ടാവും. ആ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യൂസർ അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ മൾട്ടിപ്പിൾ യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്, ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിംഗിൾ അക്കൗണ്ട് വെച്ചിട്ട്, ഒരു സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു മെയിനായിട്ടൊരു അഡ്മിൻ ഉണ്ട്, ആ അഡ്മിൻക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്ത്. പക്ഷെ പിന്നെ ഇപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ചിലപ്പം സ്റ്റാഫിൻ്റെത് ഉണ്ടാവും, അതേപോലെ സ്റ്റുഡൻസിന്റെ അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാഫിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാഫിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് യൂസർ അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ സിസ്റ്റം ഒരു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. ഒരൊറ്റ അക്കൗണ്ട് മാത്രമുള്ളതാണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിൻ ഇതിന്റെ ഒരു മെയിൻ ആൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ബാക്കിയുള്ള കാര്യം ആ മെയിൻ ആൾക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സിൽ. ബാക്കിയുള്ളവരെ ഏതൊക്കെ രീതി, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാം, ബാക്കി അക്കൗണ്ടുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, ബാക്കി യൂസർ അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ യൂസറിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റുഡൻസിന് എനിക്ക് വീഡിയോസ് ഒന്നും അവർ കാണണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ യൂട്യൂബൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഓഫാക്കി വെക്കാം. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പീപ്പിളിനനുസരിച്ചിട്ടും അവരുടെ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യേണ്ട ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതാണ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് ഇനി ലാബിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അതാണ് സെന്റേഴ്സ്. നമുക്ക് യൂസർ അക്കൗണ്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്റ്റാൻഡേർഡും മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്ററും. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയായിരുന്നു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചത് എക്സാമ്പിൾ ആയിട്ട്. ഏതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലിനക്സ്, വിൻഡോസ്, iOS, ആൻഡ്രോയിഡ്. അപ്പൊ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഏതാണ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ ഈ വർക്ക് ചെയ്യുന്നതെല്ലാം എന്താണ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് ഓപ്പൺ സോഴ്സ് ആണ്, അതുപോലെ ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയറുമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ്, ഇപ്പൊ നമ്മൾ വിൻഡോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് എന്ത് ചെയ്യില്ല, ഫ്രീലി അവൈലബിൾ അല്ല, അതിന്റെ കോഡൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നേരെ മറിച്ച് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഫ്രീ ടു യൂസ് ആണ്, നമുക്ക് കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിനക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സോഴ്സ് ആണ്, അതേപോലെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ്
1991 ലിനസ് ടോൾവാൾസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലിനക്സ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അയാളെ പേരിലാണ് ലിനക്സ് എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. ഈ ഒരു പെന്നിന്റെ സിമ്പിളാണ് നമ്മൾ നോർമലി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കാണുന്നത്. അതിന്റെ ഒരു ഇമേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെസ്ക്ടോപ്പിന്റെ ഒരു ഇമേജ് കാണുന്നില്ല? ഇത് വിസിബിൾ അല്ല ഈ ഇമേജ്. അപ്പൊ ഇതിന്റെ ഇവിടെ നോക്കിയാൽ ഇവിടെ സൈഡിലാണ് ഇവിടെ ഇതിന്റെ സൈഡിലാണ് നമുക്ക് മൈ കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുക. നേരെ മറിച്ച് നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഡെസ്ക്ടോപ്പിന്റെ എൻവയോൺമെന്റ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. കാണുന്നില്ലേ? ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവുക. അതാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ നോർമലി എല്ലാവരും വർക്ക് ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഫോൾഡറും കാര്യങ്ങളൊക്കെ വിൻഡോസിന്റെ അകത്ത് ഉണ്ടാവുക. താഴെ ഒരു ടാസ്ക് ബാർ ഉണ്ടാവും അല്ലേ? നേരെ മറിച്ച് നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ സൈഡിലൊക്കെ ആയിട്ടാണ് മൈ കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അങ്ങനെ അതിന്റെ ആ ഒരു ഡെസ്ക്ടോപ്പിന്റെ എൻവയോൺമെന്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഓപ്പൺ സോഴ്സ് ആണ്. അതായത് ഇതിന്റെ സോഴ്സ് കോഡ്, അതായത് ഈ ഒരു ഡെസ്ക്ടോപ്പ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ എല്ലാം സോഴ്സ് കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ വിൻഡോസിന്റെ കേസിൽ നമുക്ക് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ. അതിന്റെ ഡെസ്ക്ടോപ്പിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ ഉണ്ടാവും, ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷെ അതിന്റെ ഒരു അപ്പിയറൻസ് ഉണ്ട്, അത് എപ്പോഴും സെയിം ആയിരിക്കും നമ്മളിപ്പോൾ ഏത് വിൻഡോസിന്റെ വേർഷൻ എടുത്തു കഴിഞ്ഞാലും. നേരെ മറിച്ച് നമ്മൾ ലിനക്സിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഈ താഴേക്ക് കൊണ്ടുപോയിടാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ഓപ്പൺ സോഴ്സ് ആണ് പറയുന്നത്. അതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആണ് ലിനക്സിന്റെ പ്രത്യേകത. അതുപോലെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് നേരിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ലിനക്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്, മറ്റൊന്നെന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ലാബിന് ചോദിക്കട്ടെ, ലാബ് എക്സാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സോഴ്സ് കോഡ്, അതായത് ഇതൊക്കെ കുറെ പ്രോഗ്രാം ചെയ്തിട്ടാവും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ സോഴ്സ് കോഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനെ കുറിച്ച് നല്ലോണം അറിയുന്നത്, കമാൻഡ്സും കാര്യങ്ങളൊക്കെ നല്ല പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അപ്പൊ അയാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ സോഴ്സ് കോഡൊക്കെ ചേഞ്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട ആപ്പൊക്കെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ അയാൾക്ക് അത് ഇറക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ലിനക്സിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ലിനക്സ് നമ്മൾ പറഞ്ഞു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതിന് നമ്മൾ ഫോഴ്സ് എന്ന് പറയാം, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമുക്ക് എക്സാമിൽ ഇങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്, എക്സ്പ്ലെയിൻ അബൌട്ട് ഫോഴ്സ്. ഫോഴ്സ് പറഞ്ഞാൽ എന്താ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതിൽ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫ്രീയും ആണ്, അതേപോലെ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് അതേപോലെ നമ്മൾ പറഞ്ഞു കുറവാണ്. സോഫ്റ്റ്വെയറിന് കോസ്റ്റ് ഇല്ല, അതേപോലെ സെക്യൂരിറ്റി വളരെയധികം കൂടുതലാണ്. പ്രൈവസി നമ്മൾ വിൻഡോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത് ലിനക്സ് തന്നെയാണ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ലിനക്സ് സാധാരണ സെർവേഴ്സിൽ, ഡെസ്ക് ടോപ്പിൽ, ഇപ്പൊ നിങ്ങൾ ലിനക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ലിനക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം.
ആ അപ്പൊ നിങ്ങൾ എല്ലാവരും അതന്നെ പറയണത്, ആരും യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നില്ല എല്ലാവരും? ആൻഡ്രോയിഡ് ഫോണ്. ഇപ്പൊ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഫോണിലെല്ലാം യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് ഏതാണ്? ലിനക്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ലിനക്സ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയോ? നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ? അപ്പൊ നമ്മളെല്ലാ സ്മാർട്ട് ഫോണുകളിലും വർക്ക് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഡെസ്ക് ടോപ്പ് അതുപോലെ സ്മാർട്ട് ഫോൺസ് ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, അതിന്റെ കോഡ് ഫ്രീലി അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിന്റെ കോഡിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാനും പറ്റും. അതിന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ലിനക്സ് കേർണൽ. ഓപ്പൺ സോഴ്സ്, അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് ലിനക്സ്. അപ്പൊ ഈ ഓപ്പൺ സോഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണ്. നമുക്ക് ആ സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാമാണ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഗുണങ്ങൾ. അതിന്റെ സോഴ്സ് കോഡ് എപ്പോഴും എന്താ, ഫ്രീലി അവൈലബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളിപ്പോ ഒരു എന്ത് ചെയ്തു, ലിനക്സ് പോലുള്ള ഒന്ന് നിങ്ങൾ അതിന്റെ സോഴ്സ് കോഡൊക്കെ ചേഞ്ച് ചെയ്തു. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കി അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് വെക്കാം. അത് എപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീലി അവൈലബിൾ ആക്കണം എന്നില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത സോഫ്റ്റ്വെയറിന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ലൈസൻസ് ഒക്കെ എടുക്കാം, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ അതേ ലൈസൻസിന് നമുക്ക് ന്യൂലി മോഡിഫൈഡ് ചെയ്ത സോഫ്റ്റ്വെയറിനും കിട്ടും. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ലിനക്സിന്റെ പ്രത്യേകത അത് ഫ്രീ ആണ്, അതുപോലെ എന്താണ്, ഓപ്പൺ സോഴ്സും ആണ്. നിങ്ങൾക്ക് സ്ലൈഡ് മാറുന്നില്ലല്ലോ? ഇപ്പൊ മാറിയില്ല സ്ലൈഡ്? അപ്പൊ ഈ ലിനക്സിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ നമുക്ക് എക്സാമിന് സാധാരണ 10 മാർക്കിന് ചോദിക്കാറുണ്ട് ലിനക്സ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. ലിനക്സിന്റെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ മൾട്ടി യൂസർ കാപ്പബിലിറ്റി. അതായത് മൾട്ടിപ്പിൾ യൂസറിന് സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ മൾട്ടി ടാസ്കിങ്, എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ടാസ്ക്. ഓക്കെ, അപ്പൊ CPU നമുക്കറിയാം, CPUവിന്റെ അകത്ത് മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ സമയം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ നമ്മൾ വിൻഡോസിലൊക്കെ പഠിച്ച പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനത്തെ മൾട്ടിപ്പിൾ ടാസ്കിങ് എന്താണ്, ഇതിലും പോസിബിൾ ആണ്. പിന്നെ പോർട്ടബിലിറ്റി, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഏത് ടൈപ്പ് ഓഫ് ഹാർഡ്വെയറിനും ഇത് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ, പ്രോസസറിന്റെ കുറെ കമ്പനികൾ, AMD, ഇന്റൽ അല്ലെ, പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയില്ലേ? ഇന്റൽ, AMD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മൈക്രോ പ്രോസസറിന്റെ കമ്പനി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ ആണെങ്കിലും എന്ത് ചെയ്യും, ലിനക്സ് സപ്പോർട്ട് ചെയ്യും. അതാണ് പോർട്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്യൂരിറ്റി, നമ്മൾ വിൻഡോസിനെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത് ഏതാണ്, നമ്മുടെ ലിനക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ കേസിൽ പിന്നെ സൈബർ ഇതൊക്കെ സൈബർ മെയിനായിട്ട് സൈബർ സെക്യൂരിറ്റി ഇങ്ങനത്തെ കേസിലൊക്കെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നോർമലി യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ലൈവ് CD ഓർ USB. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു വിൻഡോസ് പോലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, വിൻഡോസ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മളൊരു CD-യിലോ ഒരു പെൻഡ്രൈവിലോ ഒക്കെ ആക്കിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വിൻഡോസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നമ്മുടെ ലിനക്സിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ലിനക്സിനെ റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ലൈവ് CD അല്ലെങ്കിൽ USB എന്ന് പറയുന്നത്. ഓക്കെ, യൂസേഴ്സ് ക്യാൻ റൺ ഇറ്റ് വിത്തൗട്ട് ഇൻസ്റ്റാളിങ് ഇറ്റ്. നമുക്ക് ലിനക്സ് ഇപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചോ,
ഓക്കെ, അപ്പൊ നമുക്ക് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ലിനക്സ് നമുക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, അതിനൊരു സീഡിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. നമുക്ക് എങ്ങനെ എന്താ അതിന്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതാണ് ഇവിടെ ലൈവ് സി ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ലൈവ് സി ഡി ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്കത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ലൈവ് സി ഡി അല്ലെങ്കിൽ USB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അല്ലേ? ആ, ഇനി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലിനക്സിൽ നമുക്ക് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ GUI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാല്? എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്? നമ്മൾ GUI എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? GUI എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യാന്ന് പറഞ്ഞ്? ബട്ടൺസും കീബോർഡും അല്ലെ, ഇമേജസ് എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് GUI. ലിനക്സിന്റെ അകത്ത് GUI വെച്ചിട്ടും അതുപോലെ കമാൻഡ് വെച്ചിട്ടും നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് കസ്റ്റമൈസ്ഡ് കീബോർഡ്. കീബോർഡ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ പറഞ്ഞതിന് സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണെന്ന്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലിനക്സിന്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഗെയിമിനാണെങ്കിലും ഇപ്പൊ നമ്മള് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അതുപോലെ ഇതിന്റെ അകത്ത് ലിബ്രെ ഓഫീസ് ആണ്. അത് നമ്മുടെ വേർഡ്, പവർ പോയിന്റ് അതുപോലത്തെ സംഭവങ്ങൾ ഇതിന്റെ ലിനക്സിന്റെ അകത്തുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫയൽസ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് ഫയൽ സിസ്റ്റം. ഇതിന്റെ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിന്റെ ഫയൽ സിസ്റ്റം പോലെയല്ല. ഫയൽ സിസ്റ്റം ഡിഫറെന്റ് ആണ്. ഒരു ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം ആണ് ലിനക്സ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വിൻഡോസിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ഡ്രൈവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ലിനക്സിൻ്റെത് ഒരു ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഓപ്പൺ സോഴ്സ്. നമ്മൾ പറഞ്ഞു അതിന്റെ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും സോഴ്സ് കോഡ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയും ക്ലിയർ അല്ലേ?